ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ് 4051 ഓട്ടോമൊബൈൽ സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ തെർമൽ എഞ്ചിനീയറിംഗ് 4021 മെക്കാനിക്കൽ സബ്ജക്റ്റാണ്. ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ചാണ് എടുക്കുന്നത്. ഒരു വീഡിയോ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കുറച്ചും കൂടി തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതായത് രണ്ട് ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിനും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കുട്ടികൾക്കും അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വൈസായിട്ടാണ് ഈ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിറൈവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്. PV MRT അല്ലെങ്കിൽ PV NRT എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. സോ അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എന്നാണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ അതിൽ മെയിനായിട്ടുള്ളത് ആരൊക്കെയാണ്? പ്രഷറുണ്ട്, വോളിയം ഉണ്ട് അല്ലേ. PV NRT. പ്രഷറുണ്ട്, ഇവിടെ ഒന്നുകൂടി എഴുതാം. പ്രഷറുണ്ട്, വോളിയം ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അങ്ങനെ രണ്ട് രീതിയിലുണ്ട് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വേരിയബിൾസ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയാണ്. സോ നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കുറച്ച് ലോസുകളുണ്ട് അല്ലേ. ഓക്കെ, അത് എന്തൊക്കെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ എന്തൊക്കെ ലോസാണ് നമുക്ക് അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. ലെറ്റ് us കൺസിഡർ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് ഈസ് P. അതെന്താണ്? P ആയിട്ട് എടുക്കാം. ദ വോളിയം ഓഫ് ദ ഗ്യാസ് V ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ T ആയിട്ട് എടുക്കാം. പിന്നെ നമ്പർ ഓഫ് മോൾസ് N ആണ് അല്ലേ. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് R. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പാരാമീറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതി വെക്കേണ്ടത് ഇതാണ്. ഇതൊക്കെയാണ്. എന്താണ് P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷറാണെന്നും, V എന്ന് പറഞ്ഞാൽ വോളിയം ആണെന്നും, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണെന്നും, N നമ്പർ ഓഫ് ഗ്യാസ് അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുതി വെക്കേണ്ടത്. അത് കഴിഞ്ഞ് R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ഒക്കെ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഏതൊക്കെ ലോസുകളാണ് ഇതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ലോസാണ്. സോ ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് നോക്കാം. ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ പ്രകാരം എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് മോൾസ് ആൻഡ് ടെമ്പറേച്ചർ NNT എന്ന് പറഞ്ഞാൽ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. എന്താണ്? T എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടെമ്പറേച്ചറാണ്. ദ വോളിയം മേക്സ് ആൻ ഇൻവേഴ്സ് റിലേഷൻ വിത്ത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ്. എന്താണ്? വോളിയം മേക്സ് ആൻ ഇൻവേഴ്സ് റിലേഷൻ, ദാറ്റ് ഈസ് V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ വിപരീതം, അതായത് താഴെയായിരിക്കും പ്രഷർ വരിക. അങ്ങനെ താഴെ വരുന്ന ഒരു ക്വാണ്ടിറ്റി താഴെയാണ് വരുന്നതെങ്കിൽ അതെങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് വിളിക്കുന്നത്. ഇനി നേരെയാണ് വരുന്നതെങ്കിൽ, എക്സാമ്പിൾ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ആണ്. ഇവിടെ എങ്ങനെയാണ്? താഴെയാണ് P വന്നിട്ടുള്ളത്. അതുകൊണ്ട് V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നാണ് പറയേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് എന്താണ്? ബോയിൽസ് ലോ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റൻറ്റ് NNT. നമുക്കറിയാം PV NRT. ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഈ ഇക്വേഷനിൽ എന്തൊക്കെയാണ് നമുക്ക് പാരാമീറ്റേഴ്സ്? ഒന്ന് പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, അതുപോലെ തന്നെ R എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, T ടെമ്പറേച്ചറാണ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. സോ അതിൽ നമുക്ക് ഇപ്പോൾ വേണ്ടത് എന്താണ്? Vയും അതുപോലെ തന്നെ Pയും തമ്മിലുള്ള റിലേഷനാണ്. ബാക്കി വരുന്ന N ആൻഡ് T എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുക. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് മോൾസ് ആൻഡ് ടെമ്പറേച്ചർ അല്ലേ. നമ്പർ ഓഫ് N ആൻഡ് T അറ്റ് കോൺസ്റ്റൻറ്റ് N ആൻഡ് T. R ഓൾറെഡി എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ എന്തായിരിക്കും? PV കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. PV എ കോൺസ്റ്റൻറ്റ്. അതിൽ നിന്നും നമുക്കെന്ത് പറയാൻ പറ്റും? V ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ P ആണ്. ദാറ്റ് ഈസ് V എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ P ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് V ഇൻവേഴ്സ്ലി ഇതിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഈ കേസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് N ആൻഡ് T ദ വോളിയം മേക്സ് ആൻ ഇൻവേഴ്സ് റിലേഷൻ വിത്ത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ്. അതാണ് ഒന്നാമത്തെ ബോയിൽസ് ലോ. ഈ ബോയിൽസ് ലോ ആണ് ആദ്യം എഴുതി വെക്കേണ്ടത്. രണ്ടാമത് ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ
വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ വോളിയം എടുത്തു, അതുപോലെ തന്നെ ടെമ്പറേച്ചർ എടുത്തു, ബാക്കി പാരാമീറ്റേഴ്സ് എന്ത് ചെയ്തു, കോൺസ്റ്റൻ്റ് ചെയ്ത് വെച്ചു. ദാറ്റ് ഈസ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നു. വെൻ പി ആൻഡ് എൻ ആർ കോൺസ്റ്റൻറ്റ് ദ വോളിയം ഓഫ് ഗ്യാസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. ഡയറക്ട്ലി റിലേറ്റഡ് ടു ടെമ്പറേച്ചർ, അതാണ് എന്ത് പറയുന്നത്, ചാൾസ് ലോ. ഈ രണ്ട് ലോ, ഇത് രണ്ടും എങ്ങനെയാണ് നോക്കൂ, വി ആണ് 1/p, വി ആണ് ടി. അതായത് വിയുമായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പാരാമീറ്റേഴ്സിനെ റിലേറ്റ് ചെയ്തത്, ശരിയല്ലേ. ഇനി അടുത്തത് നമുക്കറിയാം, അടുത്ത ഇക്വേഷനിലേക്ക് നോക്കൂ. അക്കോർഡിംഗ് ടു അവഗാഡ്രോ ലോ, വെൻ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, പി ആൻഡ് ടി ആർ കോൺസ്റ്റൻറ്റ്, പിയും ടിയും കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ദ വോളിയം ഓഫ് ഗ്യാസ് മേക്ക് ഡയറക്റ്റ് റിലേഷൻ വിത്ത്, അതായത് വോളിയവും നമ്പർ ഓഫ് മോൾസും എന്തായിരിക്കും, ഡയറക്റ്റ് റിലേഷൻ ആയിരിക്കും. എപ്പോഴാണ്, പ്രഷർ ആൻഡ് ടി ആർ കോൺസ്റ്റൻറ്റ്, പ്രഷറും ടിയും കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. ഇപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ, വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത് നമ്മൾ 3 ലോസ് ആയിട്ട് പഠിച്ചു അല്ലേ. വി എന്ന് പറഞ്ഞാൽ ബോയിൽസ് ലോ ആണ്. നെക്സ്റ്റ് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്താണ്, ചാൾസ് ലോ ആണ്, ചാൾസ് ലോ. ഓക്കെ, ചാൾസ് ലോ. നെക്സ്റ്റ് അവഗാഡ്രോ ലോ, ഇതെന്താണ്, അവഗാഡ്രോ ലോ. അങ്ങനെ 3 ലോസ് വഴി നമ്മൾ എന്ത് ചെയ്തു, ഓരോ വിയുമായുള്ള റിലേഷൻസ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത്, ഇത് 3 കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വി പ്രൊപ്പോർഷണൽ ടു 1/p, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, എൻ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ടി. ഇങ്ങനെ എഴുതിക്കൂടെ. വി എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിനെ മാറ്റിയിട്ട് ഒരു വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ആറാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻറ്റ് ഏതാണ്, ആറാണ്. ആർ ഇൻറ്റു എൻ ഇൻറ്റു ടി ഡിവൈഡ് ബൈ പി എന്ന് എഴുതാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി വി ഈക്വൽ ടു, ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ പി വി ഈക്വൽ ടു എൻ ആർ ടി. ആർ എന്ന് പറയുന്നത് ആർ യു ആണ്. ആർ യു എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറയുന്നത് 8.314 ജൂൾ പെർ മോൾ കെൽവിൻ ആണ്. ജൂൾ പെർ മോൾ കെൽവിൻ ആണ് 8.314 ജൂൾ പെർ മോൾ കെൽവിൻ ആണ് ആർ യു, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് വാല്യൂ. ഓക്കെ, ഇതൊരിക്കലും മാറില്ല, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 8.314 ജൂൾ പെർ മോൾ കെൽവിൻ. ഇതാണ് അതിൻ്റെ, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്നത്. 3 ലോസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ബോയിൽസ് ലോ, രണ്ടാമത്തെ ചാൾസ് ലോ, മൂന്നാമത്തെ അവഗാഡ്രോ ലോ. ഈ 3 ലോസുകൾ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഡെറിവേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ പി വി ഈക്വൽ ടു എം ആർ ടി എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഇക്വേഷന് പി വി ഈക്വൽ ടു എം ആർ ടി. ചില അധിക പേപ്പറിലും പി വി ഈക്വൽ ടു എം ആർ ടി കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് എങ്ങനെയാണ് വരുന്നത്, ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ നോക്കൂ, നമുക്കറിയാം എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസാണ്. ഓക്കെ, മോളിക്കുലാർ മാസാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പി വി ഈക്വൽ ടു എൻ ആർ ടി അല്ലേ, പി വി ഈക്വൽ ടു നമ്മുടെ അടുത്തുള്ള ഇക്വേഷൻ ഇതാണ്, പി വി ഈക്വൽ ടു എൻ ആർ ടി. പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നായിരുന്നല്ലോ, പി വി ഈക്വൽ ടു എൻ ആർ ടി. ദാറ്റ് ഈസ് എൻ എന്ന് പറഞ്ഞത് നമുക്ക് ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ സ്മോൾ എം മോളിക്കുലാർ മാസ് ഇൻറ്റു ആർ യു ഇൻറ്റു ടി എന്ന് എഴുതിക്കൂടെ. വേർ ആർ യു ഇത് ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ആർ യു എന്ന് എഴുതുകയാണ്, എം ഇൻറ്റു ആർ യു ഇൻറ്റു ടി. സോ നമുക്ക് ഇവിടെ നിന്നും ആർ യു ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ആറാണ്. വേർ ആർ എന്ന് പറഞ്ഞാൽ, ഈ ആർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ്, ഇവിടെ എഴുതിയിട്ടുണ്ട്. വേർ ആർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ക്യാപിറ്റൽ എം ആർ യു ബൈ എമ്മിന് എന്ത് എഴുതാം, എൻ്റെ പകരം ആർ എന്ന് എഴുതാം, ടി. ദാറ്റ് ഈസ് നമുക്ക് പി വി ഈക്വൽ ടു എം ആർ ടി എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടുന്നു. ഹിയർ ദ ആർ ഈസ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. മറ്റേ പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഈ ഇതിലെ ആർ എന്ന് പറഞ്ഞത് എന്താണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ 8.314 ആണ് വരുന്നത്. ഓക്കെ, ജൂൾ പെർ മോൾ കെൽവിൻ ആണ് വരുന്നത്. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഓരോ ഗ്യാസിനനുസരിച്ചും ഇതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഈ ആറിൻ്റെ വാല്യൂ, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഓരോ ഗ്യാസിനനുസരിച്ചും അല്ലെങ്കിൽ ഏതാണ് സബ്സ്റ്റൻസ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് 0.287 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്
ഏതിൻ്റെ കേസിൽ എയർ ആണ് എന്നുണ്ടെങ്കിൽ എയറിൻ്റെ കേസിൽ R ഈസ് ഈക്വൽ ടു സാധാരണ നമ്മൾ എടുക്കാറുള്ളത് 0.287 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം, പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ്. സ്റ്റേറ്റ് ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് ലോസ്. ഓക്കെ, ഡിഫറെൻറ്റ് തെർമോഡൈനാമിക്സ് ലോസ് നമുക്കറിയാം. സിറോത്ത് ലോ മുതലാണ് തുടങ്ങുന്നത്. തെർമോഡൈനാമിക്സ് ലോ എന്ന് പറയുന്നത് സിറോത്ത് ലോ മുതലാണ് തുടങ്ങുന്നത്, ശരിയല്ലേ? സിറോത്ത് ലോ തുടങ്ങി ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ എന്നുള്ള ലോസുകളൊക്കെ ഉണ്ട്. സോ നമ്മൾ അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? ദ സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് ടു തെർമോഡൈനാമിക് സിസ്റ്റം, ഏതെങ്കിലും രണ്ട് തെർമോഡൈനാമിക് സിസ്റ്റം ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് വൺ, അതായത് ഈ രണ്ടെണ്ണം എന്താണ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് തേർഡ് വണ്ണുമായിട്ട്. അതായത് എ എന്നുള്ളത് എ ബിയുമായിട്ടും എ സിയുമായിട്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എ ഒന്നുകൂടി പറയാം, ഓക്കെ, എ ബിയുമായിട്ടും അതുപോലെ തന്നെ എ സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്നുണ്ടെങ്കിൽ ബിയും സിയും ഓട്ടോമാറ്റിക് എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് എന്ത് പറയുന്നത്? സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഒന്നുകൂടി പറയാം, എയുടെ വാല്യൂ 5 ആണ്, അതുപോലെ തന്നെ ബിയുടെ വാല്യൂ 5 ആണ് എന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈക്വൽ ടു ബി ആണ്, എ ഈക്വൽ ടു ബി ആണ്. ഇനി സിയുടെ വേറൊരു വാല്യൂ, സി ഇങ്ങനെ ഉണ്ട്, സിയും 5 ആണെന്ന് കരുതുക. ഓക്കെ, സിയും 5 ആണ്, എയും 5 ആണ്, ബിയും 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റില്ലേ? കാരണം എയുടെ വാല്യൂം ബിയുടെ വാല്യൂം സിയുടെ വാല്യൂ ഒക്കെ 5 ആണ്. എ ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റും. സോ അതുപോലെ തന്നെ നമുക്ക് എ ഈക്വൽ ടു സി എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താണ്? എയുടെയും സിയും വാല്യൂ 5 ആണ്. നമുക്ക് ഇത്രയും കാര്യം ഒരാൾ തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് എഴുതാൻ പറ്റും? ബിയും സിയും ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ? കാരണം രണ്ടും ഈക്വൽ എന്താണ്? എനോട് ഈക്വൽ ആണ്, രണ്ടിൻ്റെ വാല്യൂ സെയിം ആണ്, ബിൻ്റെ സിൻ്റെ വാല്യൂ സെയിം ആണ്. എന്താണ്? എ എന്നാണ് വാല്യൂ വരുന്നത്. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിയും സിയും സെയിം ആണെന്ന് എഴുതിക്കൂടെ? അത്രയാണ് ഇവിടെയും പറയുന്നത്. എയുടെ എക്സാമ്പിൾ ഒന്നും കൂടി പറയാം. ഇതൊരു 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക, ഇത് 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. ഇതും അപ്പോൾ ഓട്ടോമാറ്റിക് എന്തായിരിക്കും? 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. കാരണം എയും ബിയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്, എയും സിയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക് ബിയും സിയും ഈക്വൽ ആയിരിക്കില്ലേ? കാരണം എന്താ? രണ്ടും 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓട്ടോമാറ്റിക് എന്തായിരിക്കും? മൂന്നാമത് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരും. സോ അതാണ് ഇവിടെ പറയുന്നത്. തെർമോഡൈനാമിക്സ്, ടു തെർമോഡൈനാമിക് സിസ്റ്റം ആർ ഈച്ച് ഇൻ തെർമൽ ഇക്വിലിബ്രിയം, ഓരോന്നും തെർമൽ ഇക്വിലിബ്രിയം ആണ് വിത്ത് തേർഡ് വൺ, മൂന്നാമതുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്നുണ്ടെങ്കിൽ ദെൻ ദേ ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. അങ്ങനെ മറ്റു രണ്ടുപേരും എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ തെർമോമീറ്റർ. ഇറ്റ്സ് കോൾഡ് എക്സാമ്പിളാണ് തെർമോമീറ്റർ. ഓക്കെ, തെർമോമീറ്റർ എന്തിന് എക്സാമ്പിളാണ്? സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് എക്സാമ്പിളാണ്. അടുത്തത് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നത്? കൺസർവേഷൻ ഓഫ് എനർജിയെക്കുറിച്ചാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. എന്താണ് പറയുന്നത്? ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ദാറ്റ് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. എനർജിയുടെ ഒരു ഫോമാണ് ഹീറ്റ് എന്ന് പറയുന്നത്, ശരിയാണല്ലോ. ആൻഡ് തെർമോഡൈനാമിക് പ്രോസസ് ആർ therefore subjected to principle of conservation of energy. തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ സബ്ജക്റ്റ് ആയിട്ടുണ്ട്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോസസ്സ്, തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയ്ഡ്. എനർജി എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാക്കാനോ അതുപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയുന്നില്ല. ബട്ട് എന്ത് ചെയ്യും? ഒരു ഫോമിൽ നിന്നും അടുത്തൊരു ഫോമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻസ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നും നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാനുണ്ട്. അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചാൽ എഴുതേണ്ടത് ഇതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫിഗർ നോക്കൂ, ഈ ഒരു സിസ്റ്റം ഇത് കാണുന്നുണ്ടല്ലോ, ഈ മഞ്ഞ കളർ കാണുന്നത് എന്താണ്? ഒരു സിസ്റ്റമാണ്. സിസ്റ്റം എന്താണെന്നൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. ഓക്കെ അല്ലേ? നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്പേസ്, അതിനെ എന്ത് വിളിക്കും? സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതിന് പുറമേയുള്ള എല്ലാ ഭാഗത്തിനെയും എന്ത് വിളിക്കും? സറൗണ്ടിങ് എന്ന് വിളിക്കും. അത് സിസ്റ്റവും സറൗണ്ടിങ്സും സെപ്പറേറ്റ് ചെയ്യുന്നതിനെ ബൗണ്ടറി എന്ന് വിളിക്കും, ബൗണ്ടറി ലെയർ എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെ അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അതായത് ഹീറ്റ് എന്തെങ്കിലും ഉള്ളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ മോളിക്യൂൾസിൻ്റെ എനർജി ഇൻക്രീസ് ആവുമല്ലോ അല്ല? ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി
ഇതിൻ്റെ എനർജി ഇൻക്രീസ് ആയതുകൊണ്ട് അതെന്ത് ചെയ്യും, വിട്ട് നിൽക്കും, എനർജി കൂടി വരും. അടുത്തടുത്ത് നിന്നിരുന്ന മോളിക്യൂൾസ് എന്ത് ചെയ്യും, എനർജി കൂടുമ്പോൾ വിട്ട് പോകും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഇതിൻ്റെ മുകളിൽ ഈ പിസ്റ്റണിൻ്റെ മുകളിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഈ പ്രഷർ എന്ത് ചെയ്യും, പിസ്റ്റണിൻ്റെ മുകളിലോട്ട് ഇതെന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. സോ ഈ മുകളിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു വർക്ക് കിട്ടുന്നുണ്ട്. ഒരു വർക്ക് കിട്ടുന്നുണ്ട്. ബാക്കി ഹീറ്റ് അല്ലേ, ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ചെറിയൊരു ഭാഗം എന്ത് ചെയ്തു, ഇൻറ്റേർണൽ എനർജി, യു എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഹീറ്റ് എന്ത് ചെയ്തു, പുറത്തോട്ട് പോയി. സോ ക്യൂ എന്നുള്ള ഹീറ്റ് എന്ത് ചെയ്തു, പുറത്തോട്ട് പോയി. ക്യൂ ഇൻ എന്നുള്ളൊരു ഹീറ്റ് ഉള്ളിലോട്ട് വന്നു, ക്യൂ ഔട്ട് എന്നുള്ള ഹീറ്റ് എന്ത് ചെയ്തു, പുറത്തോട്ട് പോയി. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ നെറ്റ് ചേഞ്ച്, ഒരു ഹീറ്റ് എന്ത് ചെയ്തു, നമ്മൾ കൊടുത്ത ഹീറ്റിൻ്റെ കുറച്ച് ഭാഗം എന്താക്കി മാറ്റി, ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് വേണ്ടി ഉപയോഗിച്ചു. കുറച്ച് ഭാഗം എന്ത് ചെയ്തു, വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചു. കുറച്ച് ഹീറ്റ് എന്ത് ചെയ്തു, പുറത്തോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, അവിടെ ഉണ്ടായ ഡെൽറ്റ ക്യൂ, അതായത് ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് ഈക്വൽ ടു എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു, ഈ ഹീറ്റ് എനർജി, അവിടെ യൂസ് ചെയ്ത ഹീറ്റ് എനർജി എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. കുറച്ച് വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്കതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും, ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, തെർമോഡൈനാമിക്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഫസ്റ്റ് ലോ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ലോയിലേക്ക് പോവുകയാണ്. സോ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതായത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മെയിൻലി രണ്ട് കാര്യങ്ങളാണ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടി ചേർന്നതാണ് നമ്മൾ പറയാറുള്ളത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് വൺ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നിങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വഴിയാണ് അത് പറയാറുള്ളത്. എന്താണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഹീറ്റ് എഞ്ചിന് ഇമ്പോസിബിളാണ്, ഒരു ഹീറ്റ് എഞ്ചിന് ഉണ്ടാവുന്നില്ല എന്ത്, ടു പ്രൊഡ്യൂസ് നെറ്റ് വർക്ക്, മൊത്തത്തിലൊരു വർക്ക് ഉണ്ടാക്കണം ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ. ഒരു സൈക്കിൾ കഴിയുമ്പോൾ ഒരു നെറ്റ് വർക്ക് ഉണ്ടാക്കുന്ന ഒരു സൈക്കിൾ ഉണ്ടാവില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് എക്സ്ചേഞ്ച് ഹീറ്റ് ഓൺലി ബോഡീസ് അറ്റ് സിംഗിൾ ഫിക്സഡ് ടെമ്പറേച്ചർ, ഒരു സിംഗിൾ ഫിക്സഡ് ടെമ്പറേച്ചറിൽ വെച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വർക്ക് ഡൺ കിട്ടുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ കഴിയില്ല. നമുക്കറിയാം ഹീറ്റ് എഞ്ചിൻ എന്താണ്, ഒരു സോഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു സോഴ്സ് ഉണ്ടായിരിക്കും, ഹീറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും. ആ ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് T1 ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അതിന് Q എന്നുള്ളൊരു ഹീറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നു. ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ബാക്കി ഹീറ്റ് എന്ത് ചെയ്യുന്നു, Q1 ഹീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Q2 ഹീറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സിങ്ക് സാധാരണ എയറാണ്, എയറിലേക്ക് എന്ത് ചെയ്യുന്നു, കളയുന്നു. ദാറ്റ് ഇസ് ഇത് T2 ആയിരിക്കും. എന്താ പറയുന്നത്, T1 എപ്പോഴും ഗ്രേറ്റർ ദാൻ ആയിരിക്കും T2 അല്ലേ. എന്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ഫ്ലോ ഓഫ് ഹീറ്റ് ഉണ്ടാവുള്ളൂ, അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടാവുള്ളൂ. ഒരിക്കലും T1 ഈക്വൽ ടു T2 ആയിക്കഴിഞ്ഞാൽ Q ഫ്ലോ ചെയ്യുമോ, Q എന്തായിരിക്കും, 0 ആയിരിക്കും. അവിടെ എന്ത് ചെയ്യില്ല, ഒരു വർക്ക് ഡൺ ഉണ്ടാവില്ല. ഇവിടെ എന്താ പറഞ്ഞത്, ഫിക്സ്ഡ് ടെമ്പറേച്ചർ, ഒറ്റ ടെമ്പറേച്ചർ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് സോഴ്സിൻ്റെ ടെമ്പറേച്ചറും T1ഉം T2ഉം ഈക്വലാണ്. ഫിക്സഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്തായിരിക്കണം, ഈക്വൽ ടെമ്പറേച്ചർ ആയിരിക്കണം. എല്ലാവർക്കും സെയിം ആയിരിക്കണം ടെമ്പറേച്ചർ. അങ്ങനെ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് ചെയ്യില്ല, വർക്ക് ഔട്ട്പുട്ട് ലഭിക്കില്ല. അങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നിർമ്മിക്കാൻ കഴിയില്ല. അതാണ് ആര് പറയുന്നത്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ശരിയല്ലേ? ഒരേ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ നമുക്ക് നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. അതൊന്നും വർക്ക് കിട്ടുമോ? ഇല്ല, വർക്ക് ഒരിക്കലും കിട്ടുന്നില്ല. സോ ഇതാണ് ആര് പറഞ്ഞത്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഹീറ്റ് എഞ്ചിൻ ടു പ്രൊഡ്യൂസ്, ഒരു ഹീറ്റ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ, ടു പ്രൊഡ്യൂസ് നെറ്റ് വർക്ക് ഇൻ എ കംപ്ലീറ്റ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ നെറ്റ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഈഫ് ഇറ്റ് എക്സ്ചേഞ്ച് ഹീറ്റ് ഓൺലി വിത്ത് ബോഡീസ് അറ്റ് ഫിക്സ്ഡ് ടെമ്പറേച്ചർ, രണ്ട് ടെമ്പറേച്ചർ എന്തായിരിക്കണം, ഫിക്സ്ഡ് ടെമ്പറേച്ചറിൻ്റെ ഇടയിൽ ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല. ഇതാണ് ആര് പറഞ്ഞത്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ഡിവൈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ ദാറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം കോൾഡർ ബോഡി ടു വാമർ ബോഡി വിത്തൗട്ട് കൺസ്യൂമിങ് എനി എക്സ്റ്റേണൽ വർക്ക്. ഒരു എക്സ്റ്റേണൽ വർക്ക് കൂടാതെ ഒരിക്കലും ഒരു എക്സ്റ്റേണൽ വർക്ക് കൂടാതെ കോൾഡർ ബോഡിയിൽ നിന്നും ഒരിക്കലും ഹീറ്റ് എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഹോട്ട് ബോഡിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ AC ഉപയോഗിക്കാറുണ്ട്. AC ഒരു റൂം എന്ത് ചെയ്യുന്നു, തണുപ്പിക്കുന്നുണ്ട്. റൂം തണുപ്പിച്ച സ്ഥലത്ത് നിന്ന് അല്ലേ, ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, കൂളാണ് അല്ലേ, കൂൾ ഭാഗമാണ്. ഇവിടെ പുറത്തെന്താണ്, ഹോട്ടാണ്.
ഹോട്ടാണ്. സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൂമിൻ്റെ ഉള്ളിൽ നിന്നും ടെമ്പറേച്ചർ എടുത്ത് പുറത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സറൗണ്ടിങ്ങിലായ ഹോട്ടിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, കടത്തിവിടാറുണ്ട്, ക്യൂ കടത്തിവിടാറുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ ക്യൂ കടത്തിവിടുന്നത്? അവിടെയുള്ള എ സിയിലെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. കംപ്രസർ വർക്ക് ചെയ്യുന്നതാണ്. ഈ കംപ്രസർ കേടായി കഴിഞ്ഞാൽ, വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ കൂളാക്കി നിർത്താൻ കഴിയുമോ? ഇല്ല. അങ്ങനെ ഒരു കൂളാക്കി നിർത്തണം, കൂൾ ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്ക് അതൊരു ഹീറ്റ് ട്രാൻസ്ഫർ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു വർക്ക് അവിടെ ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ ചെയ്യണം. സോ അല്ലേ, ഒരു വർക്ക് ചെയ്യണം. സോ ആ വർക്ക് ചെയ്യാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കൂൾ ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് ആര് പറയുന്നത്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് 0th ലോ, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പ്രോസസ്സിനെ കുറിച്ച് നമുക്കറിയാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, ആകെ 4 പ്രോസസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്താണ്, ഐസോകോറിക് പ്രോസസ്സ്. എന്താ ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, വോളിയം അല്ലേ, വോളിയം കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സിനെയാണ് ഐസോകോറിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് ഐസോബാറിക് പ്രോസസ്സ്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ എന്താണ്, കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സെയാണ് എന്ന് വിളിക്കുന്നത് ഐസോബാറിക്. 3 ഐസോതേർമൽ പ്രോസസ്സ്, ടെമ്പറേച്ചർ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. 4 ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ്, അതായത് PV⁻n is a constant. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സിൽ പഠിക്കാനുള്ളത്. അതിൽ മെയിനായിട്ടുള്ള 4 കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഐസോകോറിക് പ്രോസസ്സിലേക്ക് പോകാം. എന്താണ് ഐസോകോറിക് പ്രോസസ്സ്? എ തെർമോഡൈനാമിക് പ്രോസസ്സ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് ഒരു പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഐസോമെട്രിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാലും ഐസോകോറിക് പ്രോസസ്സ് തന്നെയാണ്. എന്താണ്, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് എന്നും വിളിക്കാറുണ്ട് ചില സമയത്ത്. ഓക്കെ, ഇവിടെ നോക്കൂ, PV ഡയഗ്രമാണ് കാണത്തുള്ളത്. ഇതിൽ V കണ്ടോ, V ഇനീഷ്യൽ, V ഫൈനൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് സ്ട്രൈറ്റ് വരെയാണ്. ഓക്കെ, ഇവിടെ എന്താണ് നടക്കുന്നത്, പ്രഷർ കുറയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പ്രഷർ കുറയാണ്, വോളിയം സെയിം ആണ്, പ്രഷർ കുറയാണ് അല്ലേ, പ്രഷർ താഴത്തോട്ട് വരുന്നുണ്ട്. ഇനീഷ്യൽ ഇവിടെ പ്രഷർ PI ആയിരുന്നു, കൂടുതലായിരുന്നു, താഴത്തോട്ട് പ്രഷർ കുറഞ്ഞു അല്ലേ. പക്ഷേ വോളിയം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. വോളിയം ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് എന്ത് പ്രോസസ്സാണ്, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്, ഐസോകോറിക് പ്രോസസ്സാണ്. ഇതിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്, അതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 കാര്യങ്ങളാണ്. ഒന്ന്, PVT റിലേഷൻഷിപ്പ്. ഫസ്റ്റ് വൺ നമുക്ക് എന്താണ്, PVT റിലേഷൻഷിപ്പ് നമുക്കറിയാം. PV ഈസ് ഈക്വൽ ടു nRT. ഇതാണല്ലോ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിൽ നമുക്കറിയാം R കോൺസ്റ്റൻ്റ് ആണ്, N കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, N കോൺസ്റ്റൻ്റ് ആണ്. ഒരു ബാക്കി വരുന്നത് ഏതാണ്, PVT ആണ്. പിന്നെ ഐസോകോറിക് പ്രോസസ്സ് ആയതുകൊണ്ട് വോളിയവും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ P/T ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് അല്ലേ. P/T ഈസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് P/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ PVT റിലേഷൻഷിപ്പ്. P/T ഈസ് എ കോൺസ്റ്റൻറ്റ്. T ഇങ്ങോട്ട് വന്നു, താഴത്തോട്ട് വന്നാണ്, Pയുടെ സൈഡിലേക്ക് വന്നപ്പോൾ P/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് നമുക്ക് ഇവിടെ നിന്നും PVT റിലേഷൻഷിപ്പ് പറയാനുള്ളത്. അടുത്തത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ PdV ആണ്. ഇവിടെ dV എന്താണ്, 0 ആണ്. സോ വർക്ക് ഡൺ ഓൾസോ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം വോളിയം ചേഞ്ച് ആവുന്നില്ല. സോ PdV വർക്ക് എന്താണ്, 0 ആണ്. ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആണ്. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്താണ്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നമുക്കറിയാം, ഇൻ്റഗ്രൽ du ഈക്വൽ ടു ഇൻ്റഗ്രൽ
എം സി വി ഡി ടി അല്ലേ. ഡി യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു, U2 മൈനസ് U1 ആണ്. U2 മൈനസ് U1 1 to 2 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലേ, 1 to 2 എന്ന പ്രോസസ്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എന്താണ്, ഫോർ എ ക്ലോസ്ഡ് സൈക്കിൾ കോൺസ്റ്റൻ്റ് ആണ്, സി വി കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ 1 to 2 ഡി ടി ആണ് വരുന്നത്. സോ ഡെൽറ്റ U2 മൈനസ് U1 നമുക്ക് ഡെൽറ്റ യു തൽക്കാലം ഡെൽറ്റ യു എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എം സി വി ഡി ടി എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1 ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈക്വൽ ടു എം സി വി ഡി ടി. ഇതൊരു ഇക്വേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ദാറ്റ് ഈസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എം സി വി ഡി ടി. മിക്ക കേസിലും ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്, എം സി വി ഡി ടി തന്നെയാണ്. അടുത്തത് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നും കിട്ടിയ ഇക്വേഷൻ അല്ലേ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു. ഡബ്ല്യു എത്രയായിരുന്നു, ഐസോകോറിക് പ്രോസസ്സിൻ്റെ തൊട്ട് മുന്നേ ചെയ്തത് അല്ലേ. ഐസോകോറിക് പ്രോസസ്സിൻ്റെ കേസിൽ ഡബ്ല്യു എന്ന് പറയുന്നത് 0 ദാറ്റ് ഈസ് ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു നമ്മൾ കണ്ടുപിടിച്ചു എം സി വി ഡി ടി. സോ ഡെൽറ്റ ക്യു എന്ന് പറഞ്ഞാൽ എം സി വി ഡി ടി ആണ്. മുഴുവനായിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്തത്. നമ്മൾ കൊടുത്ത ഹീറ്റ് മുഴുവൻ അതൊരിക്കലും വർക്ക് ഡൺ ചെയ്യാൻ ഉപയോഗിച്ചില്ല. എന്തിനു മാത്രമാണ്, ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് മാത്രമാണ് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം കൂടി വേണമെങ്കിൽ എഴുതാം, ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച്. അത് എപ്പോഴും എം സി പി ഡെൽറ്റ ടി ആയിരിക്കും. എന്താണ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി. അപ്പോൾ ഇത് വെച്ച് പ്രോബ്ലംസ് വരും. സോ ഇത്രയും ഇക്വേഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഡെൽറ്റ ക്യു ഇസ് ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി, അത് ഡെൽറ്റ യുവിന് ഈക്വൽ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി. ഇത്രയും കാര്യങ്ങളാണ് ഐസോകോറിക് പ്രോസസ്സിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഐസോബാറിക് പ്രോസസ്സ്. എന്താണ് ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, an isobaric process is a thermodynamic process taking place at constant pressure. കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നടക്കുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. സോ എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ സിസ്റ്റം. ഈ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും. ഇൻറ്റേർണൽ എനർജി കൂടും, പ്രഷർ കൂടേണ്ടതാണ്. പക്ഷേ പ്രഷർ കൂടാൻ ആരും സമ്മതിച്ചില്ല. ഇതൊരു മൂവബിൾ ആയിട്ടുള്ള ഒരു പിസ്റ്റൺ ആണ്. അപ്പോൾ പ്രഷർ കൂടുന്നതനുസരിച്ച് ഇത് മുകളിലോട്ട് പോയി വീണ്ടും പ്രഷർ എന്ത് ചെയ്തു, റെഗുലേറ്റ് ചെയ്തു. അങ്ങനെ പ്രഷർ എന്ത് ചെയ്യും, എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു. അങ്ങനെയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്സ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ശരിക്കും പ്രഷർ കൂടണം. പ്രഷർ കൂടാൻ ആരും അനുവദിച്ചില്ല, പിസ്റ്റൺ അനുവദിച്ചില്ല. പിസ്റ്റൺ എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി വീണ്ടും പഴയ പ്രഷറിലേക്ക് തന്നെ അത് അറ്റൈൻ ചെയ്തു. അങ്ങനെ പ്രഷർ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇങ്ങനെയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറേ വർക്ക് ഡണ്ണുകൾ, ഹീറ്റ് സപ്ലൈഡ് അല്ലേ, എൻട്രോപ്പി, എൻതാൽപ്പി, അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. സോ നെക്സ്റ്റ്, ഓക്കെ, ഫസ്റ്റ് പി വി ടി റിലേഷൻഷിപ്പാണ്. പി വി ടി നമുക്കറിയാം, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. അതിൽ എൻ ആൻഡ് ആർ ആർ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഐസോബാറിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഷർ എന്താണ്, കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി ആണ്. ദാറ്റ് ഈസ് വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതാണ് അവിടെ നിന്ന് കിട്ടുന്ന പി വി ടി റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ വർക്ക് ഡൺ ആണ് വേണ്ടത്. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡബ്ല്യു ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഡി വി. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഡി വി ആണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി വി. 1 to 2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു V2 മൈനസ് V1. ഓക്കെ, ചേഞ്ച് ഇൻ വോളിയം V2 മൈനസ് V1. ഇതാണ് എന്ത് വിളിക്കുന്നത്, വർക്ക് ഡൺ. പിന്നെ പി വി സികൾ വേണമെന്ന് പറയാം, പി V2 മൈനസ് പി V1. പ്രഷർ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് അത് പിന്ന് വരെ വേണമെങ്കിൽ P2 എന്ന് കൊടുക്കാം, ഇവിടെ P1 കൊടുക്കാം. കാരണം എന്താ, P2 ഇസ് ഈക്വൽ ടു P1 ആണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ഐസോബാറിക് പ്രോസസ്സാണ്. സോ P2 V2 മൈനസ് P1 V1 വേണമെന്നെങ്കിൽ അങ്ങനെ എഴുതാം. സോ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം
പി വി ഈസ് ഈക്വൽ ടു എം ആർ ടി. മാസിൻ്റെ ടൈമിൽ പറയുകയാണെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു എം ആർ ടി ആണ്. അങ്ങനെയാണെങ്കിൽ V1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എം ആർ T1 ആയിരിക്കും. സോ അങ്ങനെ എഴുതാം. അപ്പോൾ P2 V2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എം ആർ T2. ഇതൊരു ഇക്വേഷനാണ് കേട്ടോ. ഈ കാണുന്നത് പി V2 മൈനസ് പി ഇൻറ്റു V2 മൈനസ് V1 ഒരു ഇക്വേഷനാണ്. അടുത്ത ഇക്വേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എം ആർ T2 മൈനസ് എം ആർ T1. ഓക്കെ, അതിൽ നിന്നും എം ആർ കോൺസ്റ്റൻ്റ് ആണ്. എം ആർ പുറത്തേക്ക് എടുക്കാം. T2 മൈനസ് T1. ഇതും വർക്ക് ഡണ്ണിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്. ഓക്കെ, വർക്ക് ഡണ്ണിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്. സോ വർക്ക് ഡണ്ണ് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കൊടുക്കാം. എന്താണ്? പി ഡി വി, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഡി വി, അതായത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു V2 മൈനസ് V1 ഉപയോഗിക്കാം. ഇതും വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ്. അല്ലെങ്കിൽ എം ആർ T2 മൈനസ് T1 ഇതും ഉപയോഗിക്കാം. ഓക്കെ, വർക്ക് ഡണ്ണ് രണ്ട് ഇക്വേഷൻസ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് അടുത്തത് നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എല്ലാം ഇപ്പോഴും നമുക്കറിയാം. ഡി യു ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി. എപ്പോഴും എന്തായിരിക്കും? എം സി വി ഡെൽറ്റ ടി ആയിരിക്കും എന്ത്? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡി എച്ച് എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എം സി പി ഡെൽറ്റ ടി. ഇത്രയും കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോകണ്ട. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. ഹീറ്റ് ട്രാൻസ്ഫർ നമുക്കറിയാം. ഒരു മിനിറ്റ്. ഹീറ്റ് ട്രാൻസ്ഫർ Q ഈസ് ഈക്വൽ ടു എന്തിനു വേണ്ടൊക്കെ ഉപയോഗിക്കുന്നു? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് പ്ലസ് വർക്ക് ഡൺ. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് പ്ലസ് വർക്ക് ഡൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റ്. ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് വേണ്ടിയിട്ടും വർക്ക് ഡൺ. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്താണ്? എം സി വി T2 മൈനസ് T1 പ്ലസ് വർക്ക് നമുക്ക് എന്ത് ചെയ്താം? എം ആർ T2 മൈനസ് T1. ഓക്കെ, T2 മൈനസ് T1 ഇതൊക്കെയാണല്ലോ. അതിൽ നിന്നും നമുക്ക് എം ഇൻറ്റു T2 മൈനസ് T1 കോമൺ ആണോ? ഇവിടെ എം ഉണ്ട്, ഇവിടെ T2, ഇവിടെ എം ഉണ്ട്, ഇവിടെ T2 മൈനസ് T1 ഉണ്ട്, ഇവിടെ എം ഉണ്ട്, ഇവിടെ T2 മൈനസ് T1 ഉണ്ട്. സോ ഞാൻ എം ഇൻറ്റു T2 മൈനസ് T1 പുറത്തേക്ക് എടുത്തു. ബാക്കി ഉള്ളിൽ ആരുണ്ടാവുക? ബാക്കിയുള്ള ആരാണ്? സി വി ഉണ്ട് പ്ലസ് ആർ ഉണ്ട്. നമുക്കറിയാം. ഓക്കെ, സി പി മൈനസ് ഇവിടെ എഴുതുന്നുണ്ട്, സൈഡിൽ എഴുതുന്നുണ്ട് സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ഈ ഇക്വേഷൻ അറിയാലോ. അത് സി പി ഈസ് ഈക്വൽ ടു ആർ പ്ലസ് സി വി. ദാറ്റ് ഈസ് ആർ പ്ലസ് സി വി എന്ന് പറഞ്ഞാൽ എന്താണ്? സി പി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം സി പി T2 മൈനസ് T1. മനസ്സിലായില്ലേ? ആർ പ്ലസ് സി വി എന്ന് പറഞ്ഞാൽ എന്താണ്? സി പി ആണ്. അപ്പോൾ ഇതിന് പകരം ഇത് കൊടുത്തു, സി പി എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് എം ഇൻറ്റു സി പി ഇൻറ്റു T2 മൈനസ് T1. എന്തിൻ്റെ ഇക്വേഷനായി? ക്യൂയുടെ ഇക്വേഷനായി. ഏത് കേസിൽ? ഐസോബാറിക് പ്രോസസ്സിൻ്റെ കേസിൽ. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷനായി, എൻതാൽപ്പിയുടെ ഇക്വേഷനായി, എൻട്രോപ്പിയുടെ ഇക്വേഷനായി. സോ ഇനി അടുത്ത പ്രോസസ്സ്. ഇപ്പോൾ രണ്ട് പ്രോസസ്സ് കഴിഞ്ഞു അല്ലേ? ഇനി മൂന്നാമത്തെ പ്രോസസ്സിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ പ്രോസസ്സാണ് ഐസോതേർമൽ പ്രോസസ്സ്. എന്താണ് ഐസോതേർമൽ പ്രോസസ്സ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ്. ദ പ്രോസസ് ദാറ്റ് ഓക്കർ അണ്ടർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ബട്ട് അതർ പാരാമീറ്റർ സിസ്റ്റം ക്യാൻ ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ്ലി. മറ്റ് പാരാമീറ്റേഴ്സൊക്കെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യും, പക്ഷേ ആര് ചേഞ്ച് ചെയ്യില്ല? ടെമ്പറേച്ചർസ് ചേഞ്ച് ചെയ്യില്ല. സോ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിനെയാണ് ഇത് വിളിക്കുന്നത് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. പ്രഷർ വോളിയം ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? പ്രഷർ പി വി ഡയഗ്രത്തിൻ്റെ ഏരിയനെയാണ് ഇത് വിളിക്കുന്നത് ശരിക്കും വർക്ക് ഡൺ എന്ന് വിളിക്കുന്നത് അല്ലേ? പി ഇൻറ്റു ഡി വി അതന്നെ അല്ലേ വർക്ക് ഡൺ എന്ന് വിളിച്ചത്. സോ ഏരിയ അണ്ടർ പി വി ഡയഗ്രം ഈസ് കോൾഡ് വർക്ക് ഡൺ. ഓക്കെ, അത് മറക്കണ്ട. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഓരോ ഇക്വേഷൻസുകൾ കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻസുകൾ? പി വി ടി റിലേഷൻഷിപ്പ് ആണല്ലോ ഫസ്റ്റ്. പി വി സി ഈക്വൽ ടു വീണ്ടും തന്നെ പി വി സി ഈക്വൽ ടു എൻ ആർ ടി. ഇതിൽ എൻ ആർ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഇസ് പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി. ഇവിടെ ടിയും കോൺസ്റ്റൻ്റ് ആണ്, ഐസോതെർമലാണ്. ദാറ്റ് ഇസ് പി വി ഇസ് എ കോൺസ്റ്റൻറ്റ്. പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് ടി എന്ത് ചെയ്തു? കോൺസ്റ്റൻ്റ് ചെയ്തു. സോ പി വി ഇസ് എ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. അടുത്തത് വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വർക്ക് ഡൺ ഈക്വൽ ടു W ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഡി വി ആണ്. പ്രശ്നം അവിടെ ഉണ്ട്. പ്രഷർ വേരി ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ മാറുന്നതിന് പ്രഷർ വേരി ചെയ്യുന്നുണ്ട്, വോളിയം വേരി ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്നും ഒരു കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കണം. ദാറ്റ് ഇസ് പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? സി ബൈ വി എന്ന് എഴുതിക്കൂടെ? പി ഇസ് ഈക്വൽ ടു സി ബൈ വി. ഇത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
W ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ C/V/dV. ഒരു വേരിയബിളിൻ്റെ കേസിലേക്ക് മാറുക, കാരണം പ്രഷറും വേരിയബിളാണ്, വോളിയം വേരിയബിളാണ്. സോ നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിളിൻ്റെ കേസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. C/V/dV. ഇപ്പോൾ കണ്ടോ, dVയും വിയും 1/V/dV കണ്ടില്ലേ, 1/x/dx. ഇൻ്റഗ്രൽ 1/x/dx നമുക്കറിയാം അല്ലേ, ലോഗാണ് അല്ലേ, log x ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, W ഈസ് ഈക്വൽ ടു C പുറത്തോട്ട് എടുക്കുന്നു. സോ 1/x/dx എന്താണ്, ഇൻ്റഗ്രൽ 1/v, വേണമെങ്കിൽ അതുകൊണ്ട് എഴുതാം, 1/v/dv. ദാറ്റ് ഈസ് ഈക്വൽ ടു C എന്ത് കിട്ടുന്നു നമുക്ക്, ഇത് 1 to 2 ആണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. പ്രോസസ്സ് 1 to 2 പ്രോസസ്സാണ്, 1 മുതൽ 2 വരെയാണ്. സോ 1 to 2 ആകുമ്പോൾ C എന്ത് കിട്ടും, C log V 1 to 2 that is equal to C log V2 മൈനസ് log E ആണ് കേട്ടോ, log C കോമൺ ആണ്, log V1 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതുന്ന സമയം C log V2 ഡിവൈഡ് ബൈ V1 എന്ന് എഴുതാം. V2 ഡിവൈഡ് ബൈ V1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പാൻഷൻ റേഷ്യോ അല്ലേ, V2/V1 R ഈസ് ഈക്വൽ ടു R എന്ന് എഴുതാം. V2 ഡിവൈഡ് ബൈ V1. R എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പാൻഷൻ റേഷ്യോ ആണ് അല്ലേ, എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. സോ V2 അല്ലേ, ആഫ്റ്റർ വോളിയം ആണ്, ആഫ്റ്റർ എക്സ്പാൻഷനുള്ള വോളിയാണ് V2 എന്ന് പറയുന്നത്. V1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയാണ്. സോ V2/V1 എന്ന് പറയുന്ന ഒരു വാല്യൂ, ലാർജ് വാല്യൂ കിട്ടും. അതിന് R എന്ന് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പാൻഷൻ റേഷ്യോ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, C log E ബേസ് ആണ്, ഒക്കെ E ആണ് കേട്ടോ, ദാറ്റ് ഈസ് R log R എന്ന് എഴുതാൻ പറ്റും. സോ ഇത്രയും ഓക്കെ ആണല്ലോ. അവിടെ R എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പാൻഷൻ റേഷ്യോയാണ്. ഓക്കെ, ഈ C എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്തായിരുന്നു നോക്കൂ, PV ആണ്. PV ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് എന്താ ചെയ്യാം, PV log E ആണെങ്കിൽ ഇതിനെ എങ്ങനെ കൂടി എഴുതാൻ പറ്റും, PV log E R. ഓക്കെ, അത് PV log R ആണ് ഇതിൻ്റെ വാല്യൂ അല്ലേ, എന്ത് വർക്ക് ഡൺ. ഇത് ഒരു മെത്തേഡ്, ഇത് ഒരു ഇക്വേഷൻ. ഇനി ഇതിനെ മറ്റു രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം, അപ്പോൾ PV ഈക്വൽ ടു MRT അല്ലേ, PV is equal to MRT ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർക്ക് ഡണ്ടെ ഇക്വേഷൻ, അതായത് PV log R log E ആണ്, log R ഈക്വൽ ടു PVക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, MRT കൊടുക്കാൻ പറ്റും. MRT log R എന്ന് പറഞ്ഞാൽ V2 ഡിവൈഡ് ബൈ V1 ആണ്. സോ നമുക്ക് എഴുതാം, വേറൊരു ഇക്വേഷൻ കൂടി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും കൂടി നോക്കൂ, PV P1 V1 ഒരു മിനിറ്റ്, P1 ഒരു മിനിറ്റ്. ഓക്കെ, PV ഈസ് എ കോൺസ്റ്റൻറ്റ്. ഐസോതെർമലിൻ്റെ കേസിൽ PV ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. P1 V1 ഈക്വൽ ടു P2 V2 ആണ്. അതിൽ നിന്നും നമുക്കറിയാം V2 ഡിവൈഡ് ബൈ V1 ഈക്വൽ ടു ഈസ് ഈക്വൽ ടു P1 ഡിവൈഡ് ബൈ P2 അല്ലേ, P1 ഡിവൈഡ് ബൈ P2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമ്മുടെ W ഈസ് ഈക്വൽ ടു വേറൊരു ഇതിൻ്റെ കൂടെ തന്നെ PV log V2/V1 ആണല്ലോ R എന്ന് പറയുന്നത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PV log P1/P2 എന്ന് എഴുതാം. അങ്ങനെ എഴുതാം. ഓക്കെ, ഇതൊക്കെ എന്തിൻ്റെ ഇക്വേഷൻസ് ആണ്, വർക്ക് ഡണ്ടെ ഇക്വേഷൻസ് ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പാൻഷൻ റേഷ്യോ. ഇനി കംപ്രഷൻ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്രഷൻ റേഷ്യോ ആയിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും, V1/V2 ആയിട്ട് മാറും. ഇനി കംപ്രഷൻ ആണ് നടക്കുന്നതെങ്കിൽ R എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ആണ്. അപ്പോൾ R ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, V2 ഡിവൈഡ് ബൈ V1 ഡിവൈഡ് ബൈ V2 ആയിട്ട് മാറും.
അതായത് ഹൈ വോളിയം ടു ലോ വോളിയം അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കംപ്രഷൻ ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കംപ്രഷൻ റേഷ്യോ ആയിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് വർക്ക് ഡണ്ണിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എൻതാൽപ്പി, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആൻഡ് എൻതാൽപ്പി കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ്. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി മാറ്റില്ല. വീണ്ടും എന്താണ്? ഡി യു ഇസ് ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി ആണ്. ഇവിടെ ടെമ്പറേച്ചർ മാറുമോ? എന്താണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. T2 ന്ന് T1 കുറയ്ക്കണം. ദാറ്റ് ഈസ് എം സി വി T2 മൈനസ് T1. T2 മൈനസ് T1 എന്തായിട്ട് മാറും? എം സി വി ഇൻറ്റു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ഇൻറ്റേർണൽ എനർജി 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിട്ട് മാറും? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു 0 പ്ലസ് ഡബ്ല്യു എന്ന് വരും. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറയും. വർക്ക് ഡണ്ണ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചത് ലോഗ് ആർ അല്ലേ? പി വി ലോഗ് ആർ ആണ് എന്ത് പറയുന്നത്? നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്. അത് ഈ ഡബ്ല്യുടെ ഇക്വേഷൻസ് നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് വേറൊരു രീതിയിൽ ക്യൂ ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്നുള്ളൊരു ഇക്വേഷനും ഉപയോഗിക്കാറുണ്ട്. വേർ എസ് ഈസ് എൻട്രോപ്പി. എന്താണ്? എൻട്രോപ്പീനെയാണ് എസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്. ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ആണ് എന്ത് പറയുന്നത്? എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സോ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു ആണ്. ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഓക്കെ, ഡെൽറ്റ എച്ച്. അപ്പോൾ ഇവിടെ എൻതാൽപ്പി എന്തായിരിക്കും? എം സി പി ഡെൽറ്റ ടി. ടി എന്താണ്? 0 ആണ്. ഇതല്ല ഇക്വേഷൻ. എം സി പി ഡെൽറ്റ ടി ആണ്. ഇവിടെയും എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിട്ട് മാറും. ഓക്കെ, എം സി പി ഡെൽറ്റ ടി ആണ്. എൻതാൽപ്പി ചേഞ്ചും 0 ആണ് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് എം സി പി ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടി ആയതുകൊണ്ട് ഡെൽറ്റ ടി ഓൾവേസ് 0 ആണ്. അതുകൊണ്ട് ഡെൽറ്റ എച്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ ഡെൽറ്റ യു എന്താണ്? 0 ആണ്. കാരണം ഡെൽറ്റ ടി എന്താണ്? 0 ആണ്. അതുകൊണ്ട് ഇത് രണ്ടും 0 ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് അഡയബാറ്റിക് പ്രോസസ്സ്. അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ഇതാണ് പ്രഷർ വോളിയം ഡയഗ്രാം. ഇവിടെ ഹീറ്റ് എന്ത് ചെയ്യുന്നില്ല? ഹീറ്റ് പുറത്തോട്ടോ അല്ലെങ്കിൽ ഉള്ളിലോട്ടോ എന്ത് ചെയ്യുന്നില്ല? ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഹീറ്റ് എന്തായിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും. ഇതിൻ്റെ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതിന് കൊടുത്ത ഇത് ഹീറ്റ് 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ റിലേഷൻ പറയുമ്പോൾ പി വി ടി റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇത് കുറച്ച് ഡെറിവേഷനൊക്കെ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഇത് പഠിച്ചാൽ മാത്രം മതി. എന്താണ്? പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ ടി വി റേസ് ടു ഗാമ -1 കോൺസ്റ്റൻറ്റ്. ടി പി റേസ് ടു 1 മൈനസ് ഗാമ ഡിവൈഡ് ബൈ ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി വി ടി റിലേഷൻഷിപ്പാണ്. പിയും വിയും ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പല പ്രാവശ്യം പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് എന്തിനു വേണ്ടി വരും? നമ്മുടെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി വളരെ ആവശ്യമുള്ളതാണ്. ഇവിടെ നിന്ന് പഠിക്കുക. പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. ടി വി റേസ് ടു ഗാമ -1 ഇസ് എ കോൺസ്റ്റൻറ്റ്. ടി പി 1 മൈനസ് ഗാമ ഡിവൈഡ് ബൈ ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ അതിൻ്റെ വർക്ക് ഡൺ ആണ് പഠിക്കേണ്ടത്. ഇതിൻ്റെ ഡെറിവേഷനും അത്യാവശ്യം വലിയ ഡെറിവേഷനാണ്. അത്രയും നിങ്ങൾ പഠിക്കേണ്ട. ജസ്റ്റ് ഡബ്ല്യു അതിൻ്റെ ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ ഗാമ -1 where ഗാമ ഇസ് അഡയബാറ്റിക് ഇൻഡെക്സ്. ഗാമ എന്ന് പറയുന്നത് എന്താണ്? അഡയബാറ്റിക് ഇൻഡെക്സ് ആണ്. അഡയബാറ്റിക് ഇൻഡെക്സ് ഗാമ ഫോർ എയർ 1.4 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ 1.4 ആണ്. ഗാമ ഈസ് ഈക്വൽ ടു CP ബൈ CV. ഓക്കെ, ഗാമ ഈസ് ഈക്വൽ ടു CP ബൈ CV ആണ്. സോ ഇങ്ങനെയാണ് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. വർക്ക് ഡൺ. പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? PV ഈക്വൽ ടു MRT ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു രീതിയിലും കൂടി ഏതെല്ലാം എങ്ങനെയാണ്? MR T1 മൈനസ് T2 ഡിവൈഡ് ബൈ ഗാമ -1 ഇങ്ങനെയും എഴുതാം. ഓക്കെ, വർക്ക് ഡൺ 1 to 2 വർക്ക് ഡൺ ആണെങ്കിലോ 1 to 2 വർക്ക് ഡൺ 1 നിന്ന് 2 ആ പ്രോസസ്സ് പോകുന്നതെങ്കിൽ. ഓക്കെ, അടുത്തത് നമുക്ക് വർക്ക് ഡൺ കഴിഞ്ഞു. അടുത്തത് നമുക്കുള്ളത് എന്താണ്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി.
അല്ലേ? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു ആണ്. ഡെൽറ്റ യു എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഡി യു ഇസ് ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്. സോ ഇത് ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ ഈസ് ഈക്വൽ ടു 0. കാരണം എന്താണ്? ഇസ് എ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ 0 ഇതിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്തത് കൊണ്ട് തന്നെ ഒരു അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ഡെൽറ്റ ക്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കും. അടുത്ത ഡെൽറ്റ എച്ച് ആണ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എച്ച് എൻതാൽപ്പി ചേഞ്ച്, അല്ലേ? എൻതാൽപ്പി എം സി പി ഡെൽറ്റ ടി. ഇപ്പോൾ ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയോ? ടെമ്പറേച്ചർ കുറയും. അതിൻ്റെ വോളിയം കൂടുന്നുണ്ട്. വോളിയം കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. ഓക്കെ, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതോടെ നമ്മുടെ പ്രോസസ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്, അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ്. ഫസ്റ്റ് പ്രോസസ്സ് ഏതായിരുന്നു? ഐസോകോറിക് പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, പിന്നെ ഐസോതെർമൽ പ്രോസസ്സ്, ആൻഡ് ലാസ്റ്റ് വൺ അഡയാബാറ്റിക് പ്രോസസ്സ്. ഇതോടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഏകദേശം ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് തിയറി വരുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്. ഇത് കൂടാതെ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡെറിവേഷൻ്റെ സമയത്ത് ബാക്കി കുറച്ച് സിസ്റ്റംസിനെ കുറിച്ചിട്ടും സറൗണ്ടിനെ കുറിച്ചിട്ടും ബൗണ്ടറിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത മൊഡ്യൂളിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.